ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കൊച്ചിയിൽ യൂബർ അടിച്ചു കഴിഞ്ഞാൽ മെച്ചമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചിയിൽ യൂബർ ഓടിച്ച നഷ്ടമുണ്ടോ ലാഭമുണ്ടോ, പുതിയ വണ്ടി എടുത്ത് നഷ്ടമാണോ ലാഭമാണോ, എത്ര രൂപയ്ക്ക് മിനിമം ഓടാൻ പറ്റും, വണ്ടി എടുത്ത് CC അടിച്ച് പോകാൻ പറ്റുമോ, സെക്കൻഡ് വണ്ടിയാണോ നല്ലത്, ഫ്ലീറ്റിൽ ഓടുന്നതാണോ നല്ലത്, റെൻ്റ് എടുത്ത് ഓടിയ നഷ്ടമാണോ, ഇതിനെപ്പറ്റിയൊക്കെ എവിടെ കിടന്ന് ഓട്ടം കിട്ടും, എത്ര രൂപയ്ക്ക് ആവറേജ് ഓടാൻ പറ്റും, എത്ര രൂപ ചിലവുണ്ട്, എന്തൊക്കെയാണ് ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ ഫുൾ ഈ വീഡിയോയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നണില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോകും. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇപ്പം ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് 3000 രൂപ ഏൺ ചെയ്തു, ആവറേജ് ഞാൻ എത്ര രൂപ ഏൺ ചെയ്തു, ഈ ആഴ്ച ഞാൻ എത്ര ഏൺ ചെയ്തു എന്നൊക്കെ ഉള്ള കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പം സൺഡേ ആണ്. പൊതുവെ എല്ലാവരും സൺഡേ ഓട്ടം കുറവാണ് എന്നാണ് പുറത്തുള്ളവർ പറയുന്നത്. പക്ഷേ യൂബറിനെ കുറിച്ച് എനിക്കിപ്പോൾ ഓട്ടം അടുത്ത് വന്നിട്ടുണ്ട്, അത് സംസാരിക്കാം. പാലാരിവട്ടത്തു നിന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വീട് ഇറക്കിയിട്ട് നമുക്ക് ബാക്കി പറ്റി സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞു വന്നത് എനിക്ക് ഇപ്പോൾ ഒരു ഓട്ടം വന്നത് കാക്കനാടേക്ക് ആയിരുന്നു. 150 രൂപ ഓട്ടമായിരുന്നു, പാലാരിവട്ടത്തു നിന്ന് കാക്കനാടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എവിടെ കിടന്നാൽ ഓട്ടം കിട്ടും, എപ്പോൾ ഓടണം, എപ്പോൾ നിർത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഏണിങ്സാണ്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, 3000 രൂപ ഉണ്ടാക്കി, 4000 രൂപ ഉണ്ടാക്കി. പക്ഷെ നിങ്ങളതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ 3000 രൂപ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ 9 to 5 ജോലി പോലെ ഉള്ള രീതി ചെയ്തിട്ടല്ല. 13, 14, 15 മണിക്കൂറും കിടന്നിട്ടാണ് നമുക്ക് ഈ 3000 രൂപ കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു 8:30 ഞാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ കണ്ടോ, കഴിഞ്ഞ ദിവസം എനിക്ക് 3084 രൂപ, 12 ട്രിപ്പ്, 12.5 മണിക്കൂർ ഓൺലൈൻ ചെയ്തു. അതിന് മുന്നേ 2795, 13.5 മണിക്കൂർ, 15 ട്രിപ്പ്. അതിന് മുന്നേ ഉള്ള ദിവസം 2664, 14.5 മണിക്കൂർ, 8 ട്രിപ്പ് കിട്ടിയുള്ളൂ. അതിന് മുന്നേ ഞാൻ ഉച്ച കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയത്, വേറെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അതിന് പോയി. 6.5 മണിക്കൂർ, 1157. പിന്നെ ഉള്ളത് 14 മണിക്കൂർ, 10 ട്രിപ്പ്, 3310 രൂപ കിട്ടി. പിന്നെ ഉള്ളത് 13 മണിക്കൂർ, 16 ട്രിപ്പ്, 2981. ഈ നമുക്ക് പലപ്പോഴും ഇങ്ങനെ റേഞ്ച് ഇങ്ങനെ കിട്ടുന്ന പൈസയും ഇതൊക്കെ കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കും. ഒരു ആവറേജ് നമുക്ക് ഒരു ഡെയിലി 2500-നും 3000-നും ഇടയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ ഒരിക്കലും ഒരാഴ്ച നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മാസം നോക്കിയിട്ടോ നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു ആവറേജ് കണക്കായി കൂട്ടാവുള്ളൂ. അപ്പം ഇത് എപ്പോൾ ഇറങ്ങണം, ഇനിയിപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയും, പുതിയ വണ്ടി ഇപ്പം എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. കറക്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന് അറിയും, അത് ഓരോരുത്തർക്ക് വ്യക്തിപരമായ അവരുടെ റീസൺസ് കാണും. അപ്പം ഈ ആഴ്ച ഞാൻ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഉള്ള ഒരു എൻ്റെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ച മൊത്തം ഞാൻ ഓടിയതാണ്. കണ്ടോ, ഈ ആഴ്ച മൊത്തം ഇതുവരെ 16,829 രൂപയ്ക്ക് ഓടി. ഇതിൽ CNGയുടെ കോസ്റ്റും കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയാണ് നമ്മുടെ പൈസ, ഏണിങ്സ് കാണിക്കുന്നത്. അപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ചാടിക്കയറി വണ്ടി എടുക്കാതെ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് നാളൊന്ന് ഓടി 1-2 മാസങ്ങളിൽ നമ്മൾ വേറൊരു വണ്ടി ഓടി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വണ്ടി എടുക്കുന്നതായിരിക്കും ഞാൻ അതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വന്നത്. പക്ഷെ ഇപ്പം ഞാൻ തൽക്കാലം വേറെ വണ്ടി എടുക്കുന്നില്ല. അതിന് എനിക്ക് വ്യക്തിപരമായ വേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി എടുക്കണില്ല. എടുക്കാൻ വേണ്ടി 2 വണ്ടി ഞാൻ നോക്കിയായിരുന്നു. വണ്ടി എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വണ്ടി എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പം വീഡിയോ ചുമ്മാ ലെന്ത് പോവുകയാണ്, കാട് കയറി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ആഴ്ചത്തിലെ റവന്യൂ എന്തുണ്ടെന്ന് കാണിക്കണം. യൂബർ നഷ്ടമാണ്, യൂബർ ലാഭമാണെന്ന് പല രീതിയിലും പല ആൾക്കാരും പലതും കേൾക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരോ അക്കൗണ്ടിന് ഓരോരോ ഇതുണ്ട്. പിന്നെ വണ്ടിയുടെ മോഡൽ, വണ്ടിക്ക് അങ്ങനെ പല ഡിപ്പെൻഡൻ്റ് ആയി കാര്യത്തിലല്ല. നമുക്ക് ഒരാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞാൽ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അയാളുടെ അഭിപ്രായം. ഇപ്പം നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ഓടി നോക്കില്ല അറിയാൻ പറ്റും.
ഇപ്പം എൻ്റെ ഈ ആഴ്ചത്തെ റവന്യൂ എന്തുകൊണ്ട് എത്ര വെച്ചാണ് ഓടി എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ആദ്യമേ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും സംസാരിക്കാം. എവിടെ കിടന്ന ഓട്ടം കിട്ടും, എത്ര രൂപയ്ക്ക് ഓടണം, എത്ര രൂപയ്ക്ക് ഓടും, വണ്ടി പുതിയ എടുക്കണോ സെക്കൻഡ് എടുക്കണോ. ഇപ്പം എന്തായാലും എനിവേ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണാം. ഓക്കെ.